ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. എന്താണ് മന്ത്രം? സ്ത്രീകൾക്കും മന്ത്രജപം ആകാമോ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നാദബ്രഹ്മത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് മന്ത്രം. മന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയ ആയതുകൊണ്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രിക്കുക എന്ന് വെച്ചാൽ പതിഞ്ഞ ശബ്ദത്തിൽ ഉരുവിടുക എന്നാണ് അർത്ഥം. ശക്തി വരുത്തിയ ബീജാക്ഷരങ്ങളുടെ സംയോഗമാണ് മന്ത്രങ്ങൾ. അവ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും മാറ്റാൻ പാടില്ലാത്തതുമാണ്. മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയും താളവും ഈണവുമുണ്ട്. ഓരോ ആവശ്യത്തിനും പ്രത്യേകം മന്ത്രങ്ങളാണ് ഉപയോഗിക്കുക. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ചെയ്യുന്ന ക്രിയയാണ് കർമ്മങ്ങൾ. അതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്ന ആളിനെ കർമ്മി എന്ന് വിളിക്കുന്നത്. കർമ്മിയും മന്ത്രവാദിയും ഒന്നു തന്നെ. മന്ത്രങ്ങൾ ദൃഢനിശ്ചയത്തോടെ ഏകാഗ്രതയോടും കൂടി ആവർത്തിച്ച് ചൊല്ലി ഫലാനുകൂലം ലഭിക്കാൻ വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് കർമ്മിയെ മന്ത്രവാദി എന്ന് വിളിക്കുന്നത്. നമ്മുടെ പൂർവിക ഋഷിവര്യന്മാർ അവരുടെ നിരന്തരമായ തപസ്സിലൂടെ മന്ത്രബീജാക്ഷരങ്ങളെ കണ്ടെത്തി മന്ത്രബീജാക്ഷരങ്ങളുടെ വാഗ്ദേവതയ്ക്ക് രൂപം നൽകി മന്ത്രം കൊണ്ട് ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. മന്ത്രത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ശബ്ദമടങ്ങിയിരിക്കുന്നു. ഓരോ മന്ത്രത്തിനും ഓരോ ദേവതയുമുണ്ട്. ശബ്ദത്തിൻ്റെ പ്രകമ്പനം കൊണ്ടാണ് പ്രപഞ്ചം ഉണരുന്നത്. മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ദേവതയെ പ്രകാശിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നു. അതായത് സാധകൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദേവതയെ നിലനിർത്താൻ കഴിയുന്ന വാക്കാണ് മന്ത്രം. മം എന്നാൽ എന്നെയും, ഇന്ദ്രം എന്നാൽ രക്ഷിക്കുക എന്നുമാണ്. അതായത് മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. മന്ത്രങ്ങൾ പ്രധാനമായും 3 രീതിയിലാണ് അറിയപ്പെടുന്നത്. ഉച്ചത്തിൽ ജപിക്കുന്നതിന് വൈഖരി എന്നും, മന്ത്രിച്ചു ജപിക്കുന്നതിന് ഉപാംശു എന്നും, മനസ്സിൽ ജപിക്കുന്നതിന് മാനസികമെന്നും പറയുന്നു. ഇതിൽ മാനസിക ജപമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഇതാവട്ടെ പരമാത്മാവിൻ്റെയോ ദേവതാ സങ്കല്പങ്ങളുടെയോ ശബ്ദപ്രതീകങ്ങളാണ്. ഇതിൽ ശക്തിമത്തായ പ്രപഞ്ച ചൈതന്യം ഉൾക്കൊള്ളുന്നു. മന്ത്രം ജപിക്കുന്ന സാധകന് ശരീരശുദ്ധി, മനഃശുദ്ധി, ഏകാഗ്രത, ശ്രദ്ധ, വിശ്വാസം എന്നിവ ഉണ്ടായിരിക്കണം. സത്യയുഗത്തിൽ ഉപാസനാമാർഗം തപസ്സായിരുന്നുവെങ്കിൽ ത്രേത്രായുഗത്തിൽ യാഗവും, ദ്വാപരയുഗത്തിൽ പൂജാകർമ്മങ്ങളും, കലിയുഗത്തിൽ നാമജപവുമാണ് മോക്ഷമാർഗമായി പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ശരീരശുദ്ധി വരുത്തി ശുദ്ധമായ വസ്ത്രം ധരിച്ച് പൂജാമുറിയിലോ ക്ഷേത്രത്തിലോ സ്വസ്ഥമായിരുന്ന് ഏകാഗ്രതയോടുകൂടി മന്ത്രം ജപിക്കാം. അതിരാവിലെയാണ് മന്ത്രജപത്തിന് യോജിച്ച സമയം. മനസ്സിൽ മൗനമായിട്ടാണ് ജപിച്ചു തുടങ്ങുന്നതെങ്കിൽ എന്നും മൗനമായിട്ട് തന്നെ ജപിക്കണം. അതല്ല ഇനി ശബ്ദത്തിലാണ് ജപിച്ചു തുടങ്ങുന്നതെങ്കിൽ അങ്ങനെ തന്നെ തുടരുകയും വേണം. മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കാതെ ദൈവത്തിൽ മനസ്സ് മുഴുകിയിരിക്കണം. തുടക്കത്തിൽ ഇതിന് സാധിച്ചു എന്ന് വരില്ല. മനസ്സിൽ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ കാലക്രമേണ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ നിഷ്പ്രയാസം കഴിയും. ജപസംഖ്യ 108 അതിൻ്റെ ഗുണിതങ്ങളോ ആകാം. എത്ര വട്ടം ജപിക്കണമെന്നുള്ളത് ജപിക്കുന്ന ആൾ നേരത്തെ തീരുമാനിക്കുന്നതായിരിക്കും ഉത്തമം. അത്രയും സംഖ്യ മുഴുപ്പിക്കുകയും വേണം. ജപമാല ഉപയോഗിച്ചാൽ ജപസംഖ്യ കൃത്യമായി കണക്കാക്കാൻ കഴിയും. ജപത്തിന് മുടക്കം വന്നാൽ ആദ്യം തൊട്ട് 1 എന്ന് തുടങ്ങി വീണ്ടും എണ്ണിത്തുടങ്ങുന്നതായിരിക്കും ഉത്തമം. അശുദ്ധി, പുല, വാലായ്മ എന്നിവയുള്ളപ്പോൾ മന്ത്രജപം പാടില്ല. ശാന്തി, ശത്രുസംഹാരം, സ്തംഭനം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം എന്നീ ഷഡ്കർമ്മങ്ങളുണ്ട്. ശാന്തി കർമ്മത്തിൻ്റെ ദേവത രതീദേവിയാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ഈ ആഴ്ചകളിൽ ദ്വിതീയ, തൃതീയ, പഞ്ചമി ഇവയിലേതെങ്കിലും തിഥിയും ഒത്തുവരുന്ന ദിവസം പ്രഭാതത്തിൽ പത്മാസനത്തിലിരുന്നാണ് ശാന്തികർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഉച്ചാടനത്തിൻ്റെ ദേവത ദുർഗാദേവിയാണ്. ശനിയാഴ്ച, ഷഷ്ഠി, അഷ്ടമി, ചതുർത്ഥി ഇവയിലേതെങ്കിലും തിഥി ഒത്തുവരുന്ന ദിവസം മധ്യാഹ്നത്തിൽ വജ്രാസനത്തിലിരുന്നാണ് ഉച്ചാടന കർമ്മം ചെയ്യേണ്ടത്. വിദ്വേഷകർമ്മത്തിൻ്റെ ദേവത ജ്യേഷ്ഠാ ഭഗവതിയാണ്. ഞായറാഴ്ചയോ പൗർണമിയോ ഒത്തുവരുന്ന ദിവസം ഉച്ചയ്ക്ക് കുക്കുടാസനത്തിലിരുന്നാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. മാരണ, ശത്രുസംഹാര കർമ്മത്തിൻ്റെ ദേവത ഭദ്രകാളിയാണ്. കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി, വാവ്, ചതുർദശി ശനിയാഴ്ചയും കൂടി ഒത്തുവരുന്ന ദിവസം സന്ധ്യയ്ക്ക് ഭദ്രാസനത്തിലിരുന്നാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. സ്തംഭനകർമ്മത്തിൻ്റെ ദേവത ലക്ഷ്മീദേവിയാണ്. തിങ്കൾ, ബുധൻ എന്നീ ആഴ്ചകളിൽ
പഞ്ചമി, പൗർണമി എന്നിവയിൽ ഏതെങ്കിലും ഒരു തിഥി വരുന്ന ദിവസം ഉച്ചയ്ക്ക് വികടാസനത്തിലിരുന്നാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. സ്ത്രീകൾ മന്ത്രം ജപിക്കരുതെന്നോ പൂജാതി കർമ്മങ്ങളും ആരാധനയും നടത്തരുതെന്നോ നമ്മുടെ പൂർവിക ആചാര്യന്മാർ ഒരു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും മന്ത്രജപവും പൂജാതി കർമ്മങ്ങളും ആരാധനയും തീർച്ചയായും നടത്താം. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ സ്ത്രീയായാലും പുരുഷനായാലും വാലായ്മ, പുല, അശുദ്ധി എന്നിവയുള്ളപ്പോൾ മന്ത്രജപ കർമ്മങ്ങൾ പാടില്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശരിയായ മന്ത്രജപത്തിന് ഒരു ആചാര്യനുണ്ടായിരിക്കുന്നത് ഉത്തമം. മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുന്നതിന് മുന്നേ സാത്വികനായ ഒരു ആചാര്യനിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇനി അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ സർവേശ്വരനെ തന്നെ ആചാര്യനെ സങ്കല്പ ജപം ആരംഭിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.